എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള കറിയാണ്. ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇതിനു മുൻപ് പല വിഭവങ്ങളും ഉണ്ടാക്കിയൊക്കെ കാണിച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ്. ഇതൊരു സൈഡ് കറിയായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം സമയം വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് വെണ്ടയ്ക്ക, സവാള, ഒരു ടൊമാറ്റോ, ഇത്രയാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന മസാലപ്പൊടികളൊക്കെ. അപ്പോൾ ഇത് ചോറിനും പറ്റും, ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ എൻ്റെ വീഡിയോയിലേക്ക്. ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഗ്രാമാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇത് ഇവിടെ വീട്ടിലുണ്ടായതായതുകൊണ്ട് ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസാണ്. ഇനിയും ഇത് നല്ലതുപോലെ കഴുകി വെച്ചതാണ്. അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കട്ട് ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി വെച്ചതാണ്. ഇനി ഇത് ചെറിയ വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഒരെണ്ണം ഞാൻ രണ്ടാക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തിടൂലേ വെണ്ടയ്ക്ക, അതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ടൊമാറ്റോ, അതും കഴുകി ചെറിയ പീസസായിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ വേണം ഈ കറിക്ക്. അതിന് ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ലേ, അതാണ് ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. അതിൻ്റെ ഒരു പാക്കറ്റ് ഫുൾ എടുക്കുന്നില്ല, കാരണം ഇവിടെ കുറച്ച് തേങ്ങാപ്പാലും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇനിയും തേങ്ങ ചിരകി പാലെടുക്കാൻ മടിച്ചിട്ട് ഇത് കുറച്ച് മിൽക്ക് പൗഡറും കൂടി കുറച്ച് ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കാൻ പോകുന്നത്. കണ്ടോ, ഇത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. 2 പച്ചമുളക് കഴുകി നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇത് നോൺ സ്റ്റിക്ക് പാനാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്, അത് ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ചെറുതീയിൽ കിടന്നാൽ മതി, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെണ്ടയ്ക്ക ഒന്ന് വാടി വരണം. അതായത് അധികം ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ചെറുതീയിൽ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വരണം. വെണ്ടയ്ക്ക ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. നമ്മൾ 2 പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. സവാളയും വെണ്ടയ്ക്കയും നല്ലതുപോലെ ഒന്ന് വാടി വരണം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ എടുക്കും. എന്നിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളുടെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണൊക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കാരണം കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതിയല്ലോ. നമ്മൾ ആദ്യം ഒരുമിച്ചിട്ട് കൊടുത്താൽ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനിയും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതും ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ എല്ലാം കൂടെ കിടന്നൊന്ന് വാടി വരണം. വീണ്ടും ഒരു 2 മിനിറ്റ് എടുക്കും. എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി.
വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിൽ ലാസ്റ്റ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുളിയൊന്നും ചേർക്കാത്തൊരു കറിയാണ്. ഈ തക്കാളിയുടെ പുളി മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. പിന്നെ ഇനി ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങാപ്പാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മിൽക്ക് പൗഡറാണ്, കോക്കനട്ട് മിൽക്ക് പൗഡറാണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് ഒഴിക്കുന്നത്. കുറച്ച് തേങ്ങാപ്പാൽ, തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലും ഉണ്ടായിരുന്നു. ആ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇതൊന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് പിടിക്കണം. എരിവും ഉപ്പും എല്ലാം പിടിക്കണം. കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. അതിനൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക്, ഇനി അടുത്തത് കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും ഒക്കെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ഇത് നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ ചോറിനും പറ്റും, മറ്റ് നമുക്ക് ചപ്പാത്തി, പൂരി, പൊറോട്ട അതിനൊക്കെ പറ്റും. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.